Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ നമ്മളെ ഒരു വ്യക്തി അവരുടെ ലൈഫിലുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ്. അതായത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അത്ര പ്രാധാന്യമൊന്നുമില്ല, മറ്റൊന്നും ശരിയായില്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലേക്ക് പോകാം എന്ന ആറ്റിറ്റ്യൂഡോട് കൂടിയൊക്കെയാണ് ഒരു വ്യക്തി നമ്മളെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മളോടൊപ്പമുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുക? അതിന് നമ്മളെ സഹായിക്കുന്ന കുറച്ച് സയൻസ് ഉണ്ട്. ആ സയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഒന്നാമതായി, ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഈസിയായി മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ബിഹേവിയർ എപ്പോഴും സ്ഥിരതയില്ലാത്തതായിരിക്കും എന്നുള്ളതാണ്. അതായത് ചില ദിവസങ്ങളിൽ വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കും, ചില ദിവസങ്ങളിൽ സ്നേഹം പ്രകടിപ്പിക്കില്ല. അതുപോലെ തന്നെ ജെന്യൂൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനോ ഒന്നും തന്നെ നിങ്ങളുമായി നടത്തില്ല എന്നുള്ളതാണ്. അവരെ കുറിച്ചുള്ള കൃത്യമായ അപ്ഡേറ്റ്സുകൾ, ഒരുപക്ഷെ അവരെന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. സോ ഇത്തരത്തിൽ ഒരു രീതിയിലും ഒരു കൺസിസ്റ്റൻസി അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമതായി ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം. ചില കേസുകളിൽ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാവുക എന്നുള്ളൊരു ഉദ്ദേശം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയം വളരെയധികം കൺസിസ്റ്റൻസിയോടുകൂടി അല്ലെങ്കിൽ വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയിലായിരിക്കും. എന്നാൽ ആ വ്യക്തി ഇഷ്ടം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ഇഷ്ടത്തിലായി കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത രീതിയിലാണ് ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഇങ്ങനെ നമ്മളൊരു ഓപ്ഷനായിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ അവർ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാതിരിക്കാം എന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും കഴിയുന്ന ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് എപ്പോഴും ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത രീതിയിലായിരിക്കും, ഒരു സ്ഥിരതയില്ലാത്ത രീതിയിലായിരിക്കും പെരുമാറുക എന്നുള്ളത്. രണ്ട്, ഇങ്ങനെയുള്ള വ്യക്തികൾ റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ എഫേർട്ടും എടുക്കില്ല എന്നുള്ളതാണ്. അതൊരു പക്ഷെ നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതിനായിരിക്കാം, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യുന്നതിനോ ഒക്കെ ആയിരിക്കാം. എനിവേസ് ആ റിലേഷൻഷിപ്പിന് ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാത്രമാണ് ആ ഒരു എഫേർട്ട് വരുന്നത്. ആ റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരുന്ന രീതിയിലാണ് അവരുടെ പ്രവൃത്തി എന്നുണ്ടെങ്കിൽ രണ്ടാമതായി ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സൈൻ ഇതാണ്. സോ എപ്പോഴും ഒരു വൺ സൈഡഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ എടുക്കുന്ന എഫേർട്ട് എപ്പോഴും ഒരു വൺ സൈഡഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് നിങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് കൂടുതൽ സമയവും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളിലും ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സൈൻ ഇതാണ്. ഇനി മൂന്നാമതായി, നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുകയാണ്. അതൊരു പക്ഷെ ഒരു ഗഡ് ഫീൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പ്രവൃത്തിയിൽ നിന്നും ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴും നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരു സെക്കൻഡ് പ്രയോറിറ്റി ആണ്. അവരുടെ ലൈഫിൽ ഒരു കാര്യത്തിനും നിങ്ങളെ ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങളിലേക്ക് വരുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു എഫേർട്ട് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ തിരിച്ചറിയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മൂന്നാമത്തെ സൈൻ. കാരണം റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വളരെയധികം പ്രാധാന്യത്തോടു കൂടി അവരെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ്. അവരുടെ കാര്യങ്ങളും എല്ലാ സമയത്തും ഒന്നും അവരെ ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കൂടി അവർക്കൊരു പരിഗണന എപ്പോഴും കൊടുക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരെ പരിഗണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരിലേക്കും ആ ഒരു അറ്റൻഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു തോന്നലും അങ്ങനെയുള്ള ഒരു കാര്യവും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പരിഗണന കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്ക് ശേഷവും നിങ്ങളെ പരിഗണിക്കുന്നു എന്ന രീതിയിലൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും തോന്നുന്നത്, അങ്ങനെയാണ് എക്സ്പീരിയൻസ് ആവുന്നത്. മാത്രമല്ല നിങ്ങളുടെ ഗഡ് ഫീലും നിങ്ങളൊരു സെക്കൻഡ് പ്രയോറിറ്റി ആയി മാറിയിട്ടുണ്ട് എന്നതാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇതാണ് മൂന്നാമതായിട്ട് നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം. ഇനി നാലാമത്തേതും ഫൈനൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അവരെപ്പോഴും ഒരു സീക്രട്ട് ആയിട്ടാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് നാലാമത്തെ ഒരു സൈൻ. ഇവിടെ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആരോടും പറയാനോ അല്ലെങ്കിൽ അവരുടെ ഒരു വേൾഡിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ
റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ ഇഷ്ടമാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമല്ലാത്ത അല്ലെങ്കിൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളൊക്കെ അവരുടെ ലൈഫിലും ഉണ്ടായിരിക്കും. എന്നാൽ അവരുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഒന്നും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. വളരെയധികം സീക്രട്ട് ആയിട്ടാണ് ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ഈ കാര്യത്തിനെ കുറിച്ച് ചോദിക്കുമ്പോഴും അതിൽ നിന്നും എസ്കേപ്പ് ചെയ്തുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവരുടെ റിയാക്ഷൻ എന്നുണ്ടെങ്കിൽ അതാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു സൈൻ. സോ അവരുടെ ഒരു വേൾഡിലേക്ക് നിങ്ങളെ ഒട്ടും ഇൻവൈറ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല നിങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പും വളരെയധികം സീക്രട്ട് ആയിട്ടാണ്, ആരും അറിയാതെ ഒരു രഹസ്യമായിട്ടൊക്കെയാണ് കീപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് നെക്സ്റ്റ് ഒരു സൈൻ. ഇതിൽ ഏതെങ്കിലും ഒരു സൈൻ അല്ല, ഈ 4 സൈനും നിങ്ങൾക്ക് ഒരുമിച്ച് റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്നുള്ളത് നമുക്കത് പറയാൻ സാധിക്കില്ല. അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങളൊരു സെക്കൻഡ് ഓപ്ഷൻ എന്ന രീതിയിൽ തന്നെയാണ് അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. ചില കേസുകളിലൊക്കെ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കാം, ചില കേസുകളിൽ അറിയാതെ ചെയ്യുന്നതും ഉണ്ടായിരിക്കാം. സ്വാഭാവികമായിട്ടും അറിയാതെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരുമായി പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാനും ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാനും സാധിക്കും. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂ എന്താണ് എന്നുള്ളത് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഗൈഡൻസിന് വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.